അല്ലെങ്കിൽ ആചാര സംരക്ഷണത്തിന്റെ പേരിൽ പുറത്ത് ഇറങ്ങുകയും സമരം ചെയ്യുകയും ചെയ്ത SNDP യോഗത്തിൽപ്പെട്ട ആളുകളടക്കം ഈ കേസിൽ പ്രതികളാണ്. ആ കേസുകൾ വാശിപൂർവ്വം സർക്കാർ അന്വേഷിക്കുകയും പലർക്കും ഒളിവിൽ പോകേണ്ടിയൊക്കെ ചെയ്യും. അപ്പൊ അവരുടെയൊക്കെ ഒരു വിശ്വാസത്തെ സംരക്ഷിക്കാൻ വേണ്ടി അവർ നിരത്തിലിറങ്ങുകയും അവരെയൊക്കെ കേസിൽ പ്രതിയാക്കുകയും ചെയ്തു. ഇപ്പം സർക്കാർ അതിൽ നിന്ന് പിന്നോട്ട് പോവുകയല്ലേ ചെയ്യുന്നത്? പിന്നോട്ട് പോകണമെന്ന് പറയാനൊക്കെ ഞാൻ വ്യക്തമായും പറഞ്ഞല്ലോ. ഞങ്ങളുടെ SNDP യോഗത്തിന്റെ അഭിപ്രായം ഒരു എഡിറ്റോറിയൽ വഴി വ്യക്തമായി എഴുതി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കേസിൽപ്പെട്ട ഒരുപാട് നിരപരാധികൾ അപരാധികളുണ്ട്. കടന്നു കയറി അക്രമം ചെയ്തവരുണ്ട്, ഒരു അക്രമം ചെയ്യാതെ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയി കേസിൽ പ്രതിയായ ഒരുപാട് പേരുണ്ട്. ആ കേസെല്ലാം പിൻവലിക്കണമെന്ന് ഞാൻ ഒരു അപേക്ഷ അല്ലെങ്കിൽ ഒരു അഭ്യർത്ഥന SNDP യോഗത്തിൻ്റെ അഭിപ്രായം എന്ന നിലയിൽ യോഗനാഥത്തിൽ എഡിറ്റോറിയൽ എഴുതുകയും അത് പത്രത്തിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ അഭിപ്രായം ഞാൻ പറഞ്ഞില്ല എന്ന് കണക്കാക്കരുത്. അതുകൊണ്ട് ഈ ഉദ്യമത്തെ നമ്മൾ ഏർക്കണമാണ് ശരി. അതൊരു ഡിമാൻഡാണ് നമ്മളത് ചെയ്യണമെന്നത്. അത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരോട് പറയുകയും ചെയ്യും. അറിയാനാണല്ലോ ഇതെല്ലാം പറഞ്ഞതും. അതായത് കോൺഗ്രസും BJP ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ അവർ പറയുന്നത്, അതായത് മുൻകാലങ്ങളിൽ ചെയ്ത അതിനോടൊരു പ്രായച്ചിത്തം എന്ന നിലയിലാണ് ഭക്തരോട് ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ് അവർ എത്ര ഭോഷ്കന്മാരാണ്. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ സ്ത്രീ പ്രവേശനം സംബന്ധിച്ചുള്ള തീവ്രമായ എതിർപ്പ് ഈ ഇടതുപക്ഷത്തിനോട് ഉണ്ടായിരുന്ന കാലത്തല്ലേ ചങ്ങാതി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടന്നത്? ആ തെരഞ്ഞെടുപ്പ് 99 സീറ്റിന് ജയിച്ചില്ല ഇവര്. പിന്നെ ഇത് വെറുതെ ഇവർ കാടടച്ച് വെടിവെക്കുകയാണ്. മനുഷ്യൻ്റെ ബുദ്ധിയെ ചൂഷണം ചെയ്യാതെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ പഴയ കാര്യങ്ങൾ മറന്നുപോയെന്ന് പറയുന്നത്. സ്ത്രീ പ്രവേശനത്തെ പറ്റി എന്തുമാത്രം പ്രക്ഷോഭങ്ങളുണ്ടായി, എന്തെല്ലാം ജാഥ നടന്നു, ഇതെല്ലാം നമ്മൾ കണ്ടതല്ലേ. ആ നടന്ന കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷം 99 സീറ്റിനോടുകൂടി പിണറായി പിന്നെ മുഖ്യമന്ത്രിയായത്. UDF ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യം കേസ് പിൻവലിക്കണമെന്നാണ്. കേസ് പിൻവലിക്കണമെന്ന് അവരുടെ എന്തോ കേസ് പിൻവലിക്കണമെന്ന ആവശ്യം പ്രസക്തമല്ലേ? ആണ്. ആ ആവശ്യം ഞാൻ ഉന്നയിച്ചിട്ടുള്ള ആളാണ്. ഈ പറയുന്നതെല്ലാം അനാവശ്യമായ ആരോപണങ്ങൾക്ക് വേണ്ടി ആരോപണം പറയുന്നതാണ്. ഒരു പ്രായച്ചിത്തിൽ നിങ്ങൾ പ്രായച്ചിത്തായിട്ട് കൂട്ടിക്കോ. ആ പ്രായച്ചിത്താണ് തെറ്റുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഈ കുറേ കൊല്ലങ്ങളിലായിട്ട് ശബരിമല വല്ല പ്രശ്നമുണ്ടാകും. ദേവസ്വം ബോർഡിന് മാത്രം കഴിവാണ്. ഗവൺമെൻറ്റിനെ സഹായിക്കുകയും പിൻബലം കൊടുത്തുകൊണ്ടല്ലേ ഇതിലൊക്കെ നടന്നത്. സുന്ദരമായിട്ട് ഇവിടെ ശബരിമല ഓരോ കർമ്മങ്ങൾ ചെയ്യല്ലേ, പദ്ധതി നടപ്പാക്കുകയല്ലേ. ഒരു ഭക്തനും വല്ല കുഴപ്പമോടെ ഉണ്ടാകുന്നുണ്ടോ? ഒരു പോറലും ഒരു പൊട്ടുസൂചി പോലും അവരുടെ കാലെ കൊള്ളുന്നുണ്ടോ? മുള്ളു പോലും കൊള്ളുന്നുണ്ടോ? ഇത്ര ഭംഗിയായി എത്രയോ കൊല്ലമായി ഇപ്പോൾ നടക്കുന്നത്. ഇത് ഗവൺമെൻറ് കൂടെ സഹായിച്ചിട്ടല്ലേ. കൂട്ടത്തിലുള്ള ഈ അഫിഡവിറ്റ് സ്ത്രീ പ്രവേശനം സംബന്ധിച്ച സർക്കാരിന്റെ അഫിഡവിറ്റ് പിൻവലിക്കണമെന്നൊരു ആവശ്യം SNDPക്കില്ലേ? കാരണം ആ അഫിഡവിറ്റ് കഴിഞ്ഞൊരു അധ്യായമാണ് എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞപ്പോൾ അതിന് ആ അഭിപ്രായത്തിൻ്റെ ഇടയിൽ വരികൾക്കിടയിൽ ഒരു അർത്ഥമുണ്ട്. അത് അടഞ്ഞ അധ്യായമാണ് എന്ന് പറയുമ്പോൾ അതിന് ഞങ്ങൾ ഇനി പ്രസ് ചെയ്യുന്നില്ല എന്നുകൂടി അവർ പറഞ്ഞു എന്ന് നമ്മൾ കണക്കാക്കി. എന്താ പറ്റി പിന്നെ അത് അതുപോലെ ഇങ്ങനെ പറയണം എന്ന് നമ്മൾ വാശി തന്നെ പിടിക്കണത്. അതെ, ആ അവിടെ വെച്ച് കഴിഞ്ഞ അധ്യായമാണെന്നാണ് പറഞ്ഞത്. ഇനി പുതിയ അധ്യായത്തിൽ വരുമ്പോൾ കാണത്തില്ലായിരിക്കും. ശബരിമലയെ രാഷ്ട്രീയ പോരിന്റെ ഒരു ആയുധമാക്കുന്നത് ശരിയാണെന്നുള്ള അല്ല, നിങ്ങളാരാണ്? ഇവരെല്ലാം എന്തിനാണ് ശബരിമലയുടെ പൗത്രതയെ കളയാതെ, അത് ഒരു രാഷ്ട്രീയ ചർച്ചയും വിവാദം സൃഷ്ടിക്കാതെ അതിൻ്റെ പൗത്രതയെ സൂക്ഷിക്കാൻ എല്ലാ രാഷ്ട്രീയത്തിലും അവർ ശബരിമലയെ അതിൻ്റെ പൗത്രത സൂക്ഷിക്കാൻ അഭിപ്രായ സമന്വയത്തോടു കൂടി മുമ്പോട്ട് പോകണം. അതിന് പിണറായി ഗവൺമെൻറ് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അതിനെ വെട്ടുക, വേറ്റുള്ളത് പറഞ്ഞ് അതിനെ സപ്പോർട്ട് ചെയ്യുക, അങ്ങനെയല്ല വേണ്ടത്. അത് വിവാദ ഭൂമി ആക്കരുത് ശബരിമല. ബിന്ദു അമ്മിണിയെ പോലെയുള്ള ആക്ടിവിസ്റ്റിനെ രാത്രിയിൽ ആംബുലൻസിൽ കയറ്റി അവിടെ ചെന്നിട്ട് ആചാര ലംഘനം നടത്തിയത് ശരിയാണോ? ഒരു ഭക്ത അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത്, ഞാൻ ആ കഴിഞ്ഞ അധ്യായമല്ലേ, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല പണിയൊന്നുമില്ലായിട്ടാണ് ജീവിക്കുന്നത്. ഇത് എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഗവൺമെൻറ് പിന്നെയും ഭരണത്തിൽ വന്നത്. ഭരണത്തിൽ വന്നതുകൊണ്ട് ചെയ്ത തെറ്റില്ലാണ്ടാവുന്നുണ്ടോ? അവിടെ ഭരണത്തിൽ വന്നതുകൊണ്ട് ഇവര് തള്ളപ്പെട്ടോ ജനങ്ങളുടെ മുമ്പിൽ? അത് ആ തെറ്റ് ഉണ്ടെന്നുള്ളത് കൊണ്ടാണല്ലോ അതിനുശേഷം അതുപോലുള്ള ഒരു ആക്ടിവിറ്റീസും കൊണ്ട് ഗവൺമെന്റ് വന്നില്ലല്ലോ.
നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പഴയത് പലതും. സെക്രട്ടറി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യം പറയുമ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 19 ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ അതൊക്കെ മുമ്പ് കിട്ടിയിട്ടില്ലായിരുന്നില്ല, 19 കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പണ്ടും. അതിനു മുമ്പും സുഹൃത്തെ, നിങ്ങൾക്ക് വാദിക്കാനും വേണ്ടിയിട്ടാണ് വാദിക്കുന്നതെങ്കിൽ നിങ്ങൾ വലിയ വക്കാലത്ത് കൊടുത്ത് വന്നെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, അതിനു മുമ്പ് പാർട്ടിക്ക് ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ, അത് ഇത്തവണ കിട്ടി. ഇത് ഇത്തവണ അതേ ഉള്ളു. നിങ്ങൾ കാട് കയറ്റാൻ ശ്രമിക്കാതെ, നിങ്ങൾ ശബരിമല അതിൻ്റെ പുണ്യത അത് എൻ്റെ വിവാദ ഭൂമിയാക്കാതെ എല്ലാവരും എന്നോട് സഹായിക്കുക. ഇപ്പോൾ നല്ല ഗവൺമെൻറ് അതിനെ അങ്ങേറ്റം സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിനെ സഹായിച്ചുകൊണ്ട് ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നു. ദേവസ്വം ബോർഡും നല്ല ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നു. ദേവസ്വം ബോർഡിനുള്ള എല്ലാ പിൻബലവും ശക്തിയും ദേവസ്വം ബോർഡ് മാത്രം വിചാരിച്ചിട്ടാണ് നടക്കുന്നത്. ഗവൺമെൻറ്റിന് എല്ലാം സഹായം ചെയ്ത് കൊടുക്കുന്നില്ല അവർക്ക്. അതുകൊണ്ട് എത്ര നാളുകളായി ഭംഗിയായിട്ട് ശബരിമല പോകുന്നു. അതിൻ്റെ പ്രസക്തിയും വർദ്ധിപ്പിച്ച് കേരളത്തിൻ്റെ തന്നെ ഏതാണ്ട് 1200 മേൽ ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുണ്ട്. ഇതിൽ എത്ര എണ്ണം സ്വയം പര്യാപ്തതയുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. 1000 മേൽ സ്വയം പര്യാപ്തത ഇല്ലാത്തതാണ്. അതെല്ലാം സ്വയം പര്യാപ്തതയിലേക്ക് വളരാനും ഉയരാനും അങ്ങനെ നമ്മുടെ എല്ലാ ക്ഷേത്രങ്ങളും സമ്പുഷ്ടമാകട്ടെ, അതോടൊപ്പം തന്നെ കേരളം സമ്പുഷ്ടമാകട്ടെ, ഇന്ത്യ സമ്പുഷ്ടമാകട്ടെ. ശബരിയുടെ വളർച്ച ഇന്ത്യയുടെ വളർച്ചയുടെ ഒരു ഭാഗം കൂടെയാണ്, കേരളത്തിന് മാത്രമല്ല. അങ്ങനെ വലിയ വിശാല മനസ്സിലൂടെ കണ്ടുകൊണ്ട് മീഡിയകൾ പ്രശ്നം സൃഷ്ടിക്കാനില്ല, പ്രശ്ന പരിഹാരം കാണാനും നല്ലതെന്ന് പറയാനും ഉള്ള വലിയ മനസ്സ് നിങ്ങൾ കാണിക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ.